അടുത്തത് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. എന്തിനാണ് നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യണമെന്ന് പറയുന്നത്? സോ വൈ ഷുഡ് വി കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി ഇതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, കൺസേർവ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്ന്. സോ ആ റീസൺസ് 3 കാറ്റഗറിയിലായിട്ട് പറയണം. സോ ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യേണ്ടതായിട്ടുള്ള 3 കാരണങ്ങൾ 3 കാറ്റഗറിയിലായിട്ടാണ് പറയുന്നത്. 3 ആസ്പെക്റ്റുകൾ. അതിലൊന്നാണ് നാരോ യൂട്ടിലിറ്റേറിയൻ, രണ്ടാമത്തേതാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, മൂന്നാമത്തേതാണ് എത്തിക്കൽ. സോ ഈ 3 റീസൺസ് കൊണ്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യണമെന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, നാരോ യൂട്ടിലിറ്റേറിയൻ. സോ ഒരുപാട് റീസൺസ് ഉണ്ട് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. ചിലതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസറാണ്, ചിലത് അത്രത്തോളം ക്ലിയർ അല്ല. എന്നിരുന്നാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈക്വലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത. അതിലാണ് നമ്മൾ പറഞ്ഞ ഒന്നാമത്തത് നാരോ യൂട്ടിലിറ്റേറിയൻ. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ നേച്ചറിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ നാരോ യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ്. സോ കൗണ്ട്ലെസ് ആയിട്ട് നമ്മൾക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ബെനിഫിറ്റുകളാണ് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് നേച്ചറിൽ നിന്ന് സ്വീകരിക്കുന്നത്. സോ ദർ ആർ കൗണ്ട്ലെസ് എക്കണോമിക് ബെനിഫിറ്റ്സ് ഫ്രം നേച്ചർ. നമുക്ക് ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ബെനിഫിറ്റുകളാണ് നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. അത് നോക്കുകയാണെങ്കിൽ ഫുഡ് ഫോമിലാണെങ്കിൽ സീരിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ ഫയർവുഡ്, വിറക്, ഫൈബർ, നമ്മൾക്ക് മെറ്റീരിയൽസ്, കോട്ടൺ, സിൽക്ക്, അങ്ങനെ ഡ്രസ് മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യുന്നത് ഫൈബർ നമുക്കത് നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, സോ തടി, അങ്ങനത്തെ എന്ത് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾ ലൈക്ക് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ടാനിൻസ്, ലൂബ്രിക്കൻസ്, ഡൈസ്, അതുപോലെ റെസിൻസ്, പെർഫ്യൂം, ഇത്രമാത്രം ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സും നമുക്ക് നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്. അതുപോലെ പ്രോഡക്ട്സ് ഓഫ് മെഡിസിനൽ ഇമ്പോർട്ടൻസ്, ഒരുപാട് മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റുകൾ, അതും നമുക്ക് നമ്മുടെ നേച്ചറിൽ നിന്നാണ് കിട്ടുന്നത്, അതായത് പ്ലാന്റ്സിൽ നിന്ന്. സോ നമുക്കിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര ബെനിഫിറ്റുകളാണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. പിന്നെ പറയുന്നത് മോർ ദാൻ 25% ഓഫ് ദ ഡ്രഗ്സ്, 25% മേലെ ഡ്രഗ്സുകൾ നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നാണ്. സോ ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ മാർക്കറ്റിൽ റിലീസ് ചെയ്യുന്ന പല മെഡിസിൻസും എങ്ങനെയാണ്? നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടിയത്. സോ ഡ്രഗ്സ് ഇപ്പോൾ മാർക്കറ്റിൽ വിൽക്കുന്ന പല മെഡിസിൻസും നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് എത്ര ശതമാനമാണ് പറയുന്നത്? മോർ ദാൻ 25% ഓഫ് ദ ഡ്രഗ്സും നമ്മളെ മാർക്കറ്റിൽ വിൽക്കുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ് ലഭിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ 25,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ്, സോ 25,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സുകളും ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ടാണ്, പരമ്പരാഗത രീതിയിലുള്ള മെഡിസിൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് പലപ്പോഴും അവിടുത്തെ ഇൻഡിജിനസ് ആയിട്ടുള്ള അതാത് ലോക്കലായിട്ടുള്ള ആളുകൾ അവർ ഇതുപോലത്തെ ട്രഡീഷണൽ മെഡിസിൻസ്, നേറ്റീവ് പീപ്പിൾസ്, അവിടെ തന്നെയുള്ള തദ്ദേശീയരായ ആളുകളൊക്കെ ഈ വേൾഡിൽ വേൾഡിലെ പല സ്ഥലത്തുള്ള ഈ തദ്ദേശീയരായ ലോക്കലായിട്ടുള്ള പീപ്പിൾ അവിടുത്തെ തന്നെ പല പ്ലാന്റ്സിനെയും ഈ മെഡിസിനായിട്ട് ട്രഡീഷണൽ ഫോം ഓഫ് മെഡിസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അത് എത്രത്തോളമാണ്? 25,000 ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സുകളെയും അങ്ങനെ ട്രഡീഷണൽ മെഡിസിൻസ് ആയിട്ട് ഈ നേറ്റീവ് പീപ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ആർക്കും തന്നെ അറിയില്ല എത്രത്തോളം ഇതുപോലെ മെഡിസിനലി യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഇനിയും ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും വെയിറ്റിംഗ് ടു ബി എക്സ്പ്ലോർഡ് എന്ന് ആർക്കും തന്നെ അറിയാം. അതായത് ഇനിയും ഒരുപാട് മെഡിസിനലായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ ഉണ്ടായിരിക്കും. അതിൽ ഒരുപാട് ഇനിയും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബയോപ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ മോളിക്കുലാർ, ജനറ്റിക് ആൻഡ് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി. മോളിക്കുലാർ ലെവലിലും ജനറ്റിക് ലെവലിലും സ്പീഷീസ് ലെവലിലും
ഉള്ള ഡൈവേഴ്സിറ്റീനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ട്? ഫോർ പ്രോഡക്ട്സ് ഓഫ് ഇക്കണോമിക് ഇമ്പോർട്ടൻസ്. സോ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ബയോ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നു. എന്താണ് ബയോ പ്രോസ്പെക്റ്റിംഗ്? നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്? മോളിക്കുലാർ ലെവലിലും ജനറ്റിക് ലെവലിലും സ്പീഷീസ് ലെവലിലുമുള്ള ഡൈവേഴ്സിറ്റീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബയോ പ്രോസ്പെക്റ്റിംഗ്. സോ നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഇൻക്രീസ് അനുസരിച്ച് നമ്മൾ മാക്സിമം ബയോ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റുകളെ നമുക്ക് ലഭ്യമാകും. സോ റിച്ച് ബയോഡൈവേഴ്സിറ്റിയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇതൊരു വലിയൊരു ബെനിഫിറ്റാണ് കൊടുക്കുന്നത്. സോ റിച്ച് ബയോഡൈവേഴ്സിറ്റിയുള്ള രാജ്യങ്ങളൊക്കെ എല്ലാ നേഷൻസിനും ഇതുപോലെ ഇനോർമസ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അവർ ബയോ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ. സോ ഇത്രത്തോളം നാരോ ലെവൽ ചെറിയ രീതിയിലുള്ള യൂട്ടിലിറ്റേറിയൻ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ട് നേച്ചറിൽ നിന്ന്. സോ ഈ കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാം എന്തുകൊണ്ട് ബയോഡൈവേഴ്സിറ്റീനെ നമ്മൾ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഈ ബെനിഫിറ്റുകൾ ഒരു നാരോ യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞ ഒരു ലെവലിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് അടുത്ത ആ യൂട്ടിലിറ്റേറിയൻ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ രണ്ടാമത്തെ റീസണാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺ. കുറച്ചും കൂടി വിപുലമായ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യേണ്ട ആവശ്യകത വരുന്നത് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് ആണ്. സോ ആ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസിൽ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഒരുപാട് ഇക്കോസിസ്റ്റം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഒരു മേജർ റോൾ തന്നെയുണ്ട് നേച്ചറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്കോസിസ്റ്റം സർവീസുകൾ. സോ നമുക്ക് കിട്ടുന്ന ഓരോ ഇക്കോസിസ്റ്റം സർവീസുകളും നേച്ചറിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കാരണമാണ്. സോ ബയോഡൈവേഴ്സിറ്റി പ്ലേസ് an important role or major role in ecosystem services. അതിൽ നമുക്ക് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഈ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ റീസൺസ് പറയുന്നവർ അവരുടെ ആർഗ്യുമെൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ റെയിൻ ഫോറസ്റ്റ്. സോ അതിൽ ഒരു എക്സാമ്പിൾ പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിലൂടെ 20% ടോട്ടൽ ഓക്സിജനെ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആമസോൺ റെയിൻ ഫോറസ്റ്റ് 20% ഓഫ് ടോട്ടൽ ഓക്സിജനെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് അവരുടെ ഏതിലൂടെ? ഫോട്ടോസിന്തസിസിലൂടെ. അത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ അതിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെനിഫിറ്റാണെന്ന് പറയാം. സോ ഇക്കോസിസ്റ്റം നമുക്ക് തരുന്ന ബെനിഫിറ്റ്. സോ 20% ഓക്സിജനെ നമ്മുടെ പ്രകൃതിയിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് മെയിൻ കാരണം ആരാണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് ഈ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറഞ്ഞ സർവീസുകൾക്ക് ഒരു ഇക്കണോമിക് വാല്യൂ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഇക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ് ടാഗ് ഇടാൻ പറ്റുമോ? സോ ക്യാൻ വി പുട്ട് ആൻ ഇക്കണോമിക് വാല്യൂ ഓൺ ദിസ് സർവീസ് പ്രൊവൈഡഡ് ബൈ ദ നേച്ചർ? സോ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഫോട്ടോസിന്തസിലൂടെ നമുക്ക് അവൈലബിളായിട്ട് കിട്ടുന്ന ഈ ഓക്സിജന് നമുക്ക് ഒരു എക്കണോമിക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ പോയിട്ടൊന്ന് അവിടെ ഒരു ഓക്സിജൻ സിലിണ്ടറിന് എത്രയാണ് സ്പെൻഡ് ചെയ്യണമെന്ന് നോക്കാം. നമുക്കൊരു ഓക്സിജൻ സിലിണ്ടർ അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമാണെങ്കിൽ അവർ എത്രത്തോളം കോസ്റ്റാണ് അതിന് ഈടാക്കുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് അത്രയും ഇനോമസ് എമൗണ്ട് ഓഫ് ഓക്സിജനാണ് നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ സർവീസുകളായിട്ട് നമുക്ക് കിട്ടുന്നത്. സോ നമ്മളതിനെ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് ആയിട്ടാണ് എടുക്കുന്നത്. ബിക്കോസ് നമുക്കത് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇത്രമാത്രം ഇക്കോസിസ്റ്റം സർവീസുകൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി കാരണമാണ് കിട്ടുന്നത്. രണ്ടാമത്തത് പോളിനേഷൻ ത്രൂ പോളിനേറ്റേഴ്സ്. സോ പോളിനേഷൻ എന്ന് പറയുന്നത് ഇക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സർവീസുകളാണ്. സോ രണ്ടാമത്തെ റീസണാണ് ബയോഡൈവേഴ്സിറ്റിനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുള്ളത് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള റീസൺ. സോ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബയോഡൈവേഴ്സിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് നമ്മളൊരു ബ്രോഡായിട്ടുള്ള ആസ്പെക്റ്റിൽ ചിന്തിക്കുകയാണെങ്കിൽ ബ്രോഡ്ലി
യൂട്ടിലിറ്റേറിയൻ റീസൺസ് എന്ന് പറയാം. സോ ഇതിൽ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട് ഇക്കോസിസ്റ്റത്തിൻ്റെ സർവീസുകൾ. നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഏത് ഇക്കോസിസ്റ്റത്തിൽ നിന്ന് കിട്ടുന്ന ആ സർവീസുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സർവീസുകൾക്കും നമ്മൾ പ്രൈസ് ടാഗ് ഇടുകയാണെങ്കിൽ എത്രയായിരിക്കുന്നു. സോ ഇക്കോസിസ്റ്റം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ പ്രധാനമായിട്ടും അതിന് കാരണം ബയോഡൈവേഴ്സിറ്റിയാണ്. അതായത് ബയോഡൈവേഴ്സിറ്റി പ്ലേസ് a major role in ecosystem services that is provided by our nature. So നമ്മുടെ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഇക്കോസിസ്റ്റം സർവീസുകളും ശരിക്കും പറയുകയാണെങ്കിൽ ആ ബയോഡൈവേഴ്സിറ്റി കാരണമാണ് കിട്ടുന്നത്. സോ നമ്മൾ അതിൻ്റെ എക്സാമ്പിൾ പറയാം. സോ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആയിട്ടുള്ള അവർ ആ രീതിയിൽ ചിന്തിക്കുന്ന ആർഗ്യുമെൻറ്റുകൾ പറയുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. അപ്പോൾ അവർ ഓരോ റീസൺസ് പറയണേ, അത് ഓരോന്ന് നിരത്തിയിട്ട്. സോ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഫോട്ടോസിന്തസിസ് വഴി 20% ടോട്ടൽ ഓക്സിജനെ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് കിട്ടുന്നുണ്ട്. സോ നമുക്ക് കിട്ടുന്ന 20% ടോട്ടൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഫോട്ടോസിന്തസിലൂടെയാണ്. സോ ഫോട്ടോസിന്തസിലൂടെ ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള ആ പ്ലാന്റ്സുകളാണ് നമുക്ക് ടോട്ടൽ ഓക്സിജൻ്റെ 20% എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് നമുക്ക് കിട്ടാനായിട്ടുള്ള കാരണം. സോ ഇതിൻ്റെ വാല്യൂ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഇക്കോസിസ്റ്റം സർവീസുകൾക്ക് ഒരു ഇക്കണോമിക് വാല്യൂ നമുക്ക് എപ്പോഴെങ്കിലും നൽകാൻ പറ്റുമോ? സോ ക്യാൻ വി പുട്ട് ആൻ എക്കണോമിക് വാല്യൂ ഓൺ ദിസ് സർവീസ്, അതായത് ഇക്കോസിസ്റ്റം സർവീസ് ബൈ നേച്ചർ. സോ നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഇക്കോസിസ്റ്റം സർവീസും, ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടുന്ന ആ ഓക്സിജൻ സപ്ലൈ അല്ലെങ്കിൽ ഓക്സിജൻ അവൈലബിലിറ്റി ഫ്രം ദ നേച്ചർ, അതിന് നമുക്കൊരു ഇക്കണോമിക് വാല്യൂ ഇടാൻ പറ്റുമോ? നമുക്കതറിയണമെങ്കിൽ നമ്മളെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ഐഡിയ കിട്ടും. അവിടെ ഹോസ്പിറ്റലിൽ എത്രയായിരിക്കും ഒരു സിലിണ്ടർ ഓഫ് ഓക്സിജന് വേണ്ടി അവർ ഈടാക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സിലിണ്ടർ ഓഫ് ഓക്സിജന് ആ ഹോസ്പിറ്റലിൽ എത്രമാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇത്ര ഇനോമസ് ആയിട്ട് വളരെയധികം ഇത്രയും വലിയൊരു എമൗണ്ടിൽ നമുക്ക് ഓക്സിജനെ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലെങ്കിൽ എർത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മളതിനെ ടേക്ക് ഇറ്റ് ആസ് ഗ്രാൻഡഡ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കത് കോസ്റ്റ് ഫ്രീ ആയിട്ടാണ്, ഒട്ടും വിലയില്ലാതെയാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. സോ ഇങ്ങനെ ഇക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സർവീസുകളും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. സോ അടുത്തത് പോളിനേഷൻ. രണ്ടാമത്തെ ഇതാണ് പോളിനേഷൻ. പോളിനേഷൻ നമ്മുടെ ഇക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു സർവീസാണ്. സോ പോളിനേഷൻ ത്രൂ പോളിനേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി പോളിനേഷൻ. സോ പോളിനേഷൻ നടന്നാൽ മാത്രമേ നമ്മുടെ പ്ലാന്റ്സിന് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പോളിനേഷൻ എന്ന് പറഞ്ഞ വേറൊരു ഡിവൈസിലൂടെ അത് പോളിനേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി, ആ പോളിനേറ്റേഴ്സ് ഏതാണ്? ബീസ്, ബംബിൾ ബീസ്, ബേർഡ്സ്, ബാറ്റ്. നമ്മൾ കുറേ പോളിനേറ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ പോളിനേറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി പോളിനേഷൻ നടക്കുന്നത് കൊണ്ടാണ് പ്ലാന്റ്സിന് ഫ്രൂട്ട്സും സീഡ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ പോളിനേറ്റേഴ്സിൻ്റെ അഭാവത്തിൽ അവരവിടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ പോളിനേഷനെ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? സോ വാട്ട് വിൽ ബി ദ കോസ്റ്റ് ഓഫ് അക്കംപ്ലിഷിംഗ് പോളിനേഷൻ വിത്തൗട്ട് ദ ഹെൽപ്പ് ഫ്രം നാച്ചുറൽ പോളിനേറ്റേഴ്സ്? സോ നാച്ചുറലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള പോളിനേറ്റേഴ്സിൻ്റെ അഭാവത്തിൽ നമ്മൾ പോളിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ, അക്കംപ്ലിഷ് ചെയ്യുകയാണെങ്കിൽ എന്തുമാത്രം കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും? സോ 117 ബില്യൺ ഡോളറാണ് അതിനൊരു എസ്റ്റിമേറ്റ് ഇട്ട് വെച്ചേക്കുന്നത്. സോ പോളിനേറ്റേഴ്സിൻ്റെ അഭാവത്തിൽ ഒരു 117 ബില്യൺ ഡോളറോളം ഈ പോളിനേഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സ് അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നു. സോ ഇതും നമുക്ക് വിലമതിക്കാനാവാത്ത ഒരു തരത്തിലുള്ള ഇക്കോസിസ്റ്റം സർവീസുകളാണ്. ഇനി മറ്റ് ബെനിഫിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇൻടാഞ്ചിബിൾ ബെനിഫിറ്റ്. നമുക്ക് തൊട്ടറിയാൻ കഴിയാത്ത അത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇക്കോസിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്നത്. അതിന് എക്സാമ്പിളാണ് എസ്തെറ്റിക് പ്ലഷർ. നമുക്ക് ലഭിക്കുന്ന ആ എസ്തെറ്റിക് പ്ലഷർ ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു ഫോറസ്റ്റിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എസ്തെറ്റിക് പ്ലഷർ. സോ വാക്കിംഗ് ത്രൂ തിക്ക് വുഡ്സ്, അത്രയും കട്ടി നിറഞ്ഞ ആ മരങ്ങളുള്ള ആ ഫോറസ്റ്റിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എസ്തെറ്റിക് പ്ലഷർ. അതുപോലെ
വാച്ചിങ് സ്പ്രിംഗ് ഫ്ലവേഴ്സ് ഇൻ ഫുൾ ബ്ലൂം. സോ സ്പ്രിംഗ് സീസണിൽ ആ ഫ്ലവേഴ്സിനെ ഫുൾ ബ്ലൂമായിട്ട് അത്ര നിറഞ്ഞുള്ള ആ ഫ്ലവേഴ്സിനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എസ്തെറ്റിക് പ്ലഷറും, അതുപോലെ ഒരു പക്ഷിയുടെ സോങ് ഏർലി മോർണിംഗിൽ വേക്കിംഗ് അപ് ടു ദ ബുൾബുൾ സോങ് ഇൻ ദ മോർണിംഗ്, നമ്മൾ അതിരാവിലെ ഒരു പക്ഷിയുടെ ആ സോങ് അത് കേട്ടിട്ട് നമ്മൾ ഉണരുമ്പോൾ കിട്ടുന്ന നമുക്കൊരു പ്ലഷർ. ഇതിനൊക്കെ നമുക്കൊരു പ്രൈസ് ടാഗ് ഇടാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത്രയ്ക്ക് വിലമതിക്കാനാവാത്ത സേവനങ്ങളാണ്, നമുക്ക് ശരിക്കും തൊട്ടറിയാൻ പറ്റാത്ത, നമുക്ക് ഫീൽ ചെയ്യുന്ന സേവനങ്ങളാണ് നമ്മുടെ ഇക്കോസിസ്റ്റം പ്രോസസ്സുകളിലൂടെ അല്ലെങ്കിൽ സർവീസുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഈ പറഞ്ഞ ഇക്കോസിസ്റ്റം സർവീസുകളൊക്കെ തരാനായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണ് ബയോഡൈവേഴ്സിറ്റിക്കുള്ളത്. സോ നമ്മൾ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ആ റീസണിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ഒരുപാട് വിലമതിക്കാനാവാത്ത ഒരു റോള് തന്നെയാണ് നമുക്ക് തരുന്നത് ഇക്കോസിസ്റ്റത്തിൻ്റെ ആ സർവീസുകളിലൂടെ. സോ ഇക്കോസിസ്റ്റം സർവീസുകളൊക്കെ നമുക്ക് ഇത്രമാത്രം അനുഭവിക്കാൻ പറ്റുന്നത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കാരണമാണ്. ഇതുകൊണ്ട് തന്നെ ഈ ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആസ്പെക്റ്റിൽ നോക്കിയാൽ തന്നെ നമ്മൾ ഈ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എത്തിക്കൽ റീസൺസ് ആണ്, കുറച്ചും കൂടി സദാചാരപരമായിട്ടുള്ള റീസൺ. അങ്ങനെ എത്തിക്കൽ റീസൺസിൻ്റെ ആർഗ്യുമെൻ്റ് പറയുന്നത് നമ്മൾ ഈ പ്ലാനറ്റിൽ നമ്മുടെ കൂടെ ഒരുപാട് ഓർഗാനിസത്തിനെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മൾ കോ എക്സിസ്റ്റ് ചെയ്യാനായിട്ട്. അത് പ്ലാന്റ്സ്, അനിമൽസ്, അതുപോലെ മൈക്രോബിയൽ സ്പീഷീസ്, അങ്ങനെ നിരവധി ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസുമായിട്ടാണ് നമ്മൾ ഈ പ്ലാനറ്റിൽ നമ്മൾ എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീയിങ് അടക്കമുള്ള ഓരോ ഓർഗാനിസം ഷെയർ ചെയ്തിട്ടാണ് ഈ പ്ലാനറ്റിൽ നമ്മൾ ജീവിക്കുന്നത്. സോ നമുക്ക് അവരോടൊക്കെ ഒരു ബാധ്യതയുണ്ട്, ഓരോ ഓർഗാനിസത്തിനോടും. സോ നമ്മൾ അതിന് നോക്കുമ്പോൾ നമുക്ക് അതിന് കാണുന്ന ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഫിലോസഫിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി. ഫിലോസഫിക്കലി നോക്കിയാലും ഒരു സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നോക്കിയാലും നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഭൂമുഖത്തുള്ള ഓരോ ജീവജാലങ്ങൾക്കും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഏത് ഓർഗാനിസം തന്നെ ആയിക്കോട്ടെ, ഏറ്റവും ലോവർ ലെവൽ തൊട്ട് ഹയർ ലെവലുള്ള ഏതൊരു ജീവജാലത്തിനും ഈ ഭൂമിയിൽ ഈ പ്ലാനറ്റിൽ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഈവൻ ദോ ആ ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസ് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് വാല്യൂ തരുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കറൻറ്റ് വാല്യൂ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്കൊരു കറൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് വാല്യൂ തരുന്നില്ലെങ്കിൽ കൂടി ഓരോ ജീവജാലത്തിനും ഈ ഭൂമുഖത്തുള്ള അവർക്ക് അവരുടേതായ ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. ഓരോ സ്പീഷീസിനും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ട്. സോ അത് നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മോറൽ ഡ്യൂട്ടിയാണ്, നമുക്ക് ധാർമ്മികമായ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ഉണ്ട് ടു ടേക്ക് കെയർ ഓഫ് ദെയർ വെൽബീങ്. ഓരോ ജീവജാലങ്ങളെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ട നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ധാർമ്മികമായ ഒരു മൂല്യമുണ്ട്. സോ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ എന്താണ്, ടേക്ക് കെയർ ഓഫ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ്. എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരു മോറൽ ഡ്യൂട്ടി നമുക്കുണ്ട്. രണ്ടാമത് പറയുന്നത് നമുക്ക് ലഭിച്ച ഈ ബയോളജിക്കലായിട്ടുള്ള വെൽത്ത്, ഇത്രയും ആ ബയോളജിക്കലായിട്ടുള്ള ആ ഒരു സമ്പാദ്യം, ആ റിച്ച് ലീഗസി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് പാസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അതിന് ഒട്ടും തന്നെ നാശം സംഭവിക്കാതെ. സോ പാസ് ദ ബയോളജിക്കൽ ലീഗസി ടു ഫ്യൂച്ചർ ജനറേഷൻ. സോ അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ വരും തലമുറകൾക്കും നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രകൃതിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സർവീസുകളും ആ സമ്പാദ്യങ്ങളും നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറാൻ പറ്റുള്ളൂ. സോ അത് ഓരോ ഓർഗാനിസത്തിൻ്റെയും എന്ത് തന്നെയാണ്, ധാർമ്മികമായ ഒരു മോറൽ ഡ്യൂട്ടി തന്നെയാണ്. സോ നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു ടേക്ക് കെയർ ഓഫ് ഓൾ ദ ലിവിങ് ക്രീച്ചേഴ്സ്, എല്ലാ ലിവിങ് ക്രീച്ചേഴ്സിനെയും ടേക്ക് കെയർ ചെയ്യുക. അതുപോലെ തന്നെ പാസ് ദ ബയോളജിക്കൽ ലീഗസി ടു ഫ്യൂച്ചർ ജനറേഷൻ. നമുക്ക് കിട്ടിയ ഈ ബയോളജിക്കലായിട്ടുള്ള ലീഗസി അതുപോലെ തന്നെ ഒട്ടും തന്നെ കേടുവരാതെ അത് ഫ്യൂച്ചർ ജനറേഷൻസിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ബയോഡൈവേഴ്സിറ്റീനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഈ 3 റീസൺസിലൂടെയും നമുക്ക് മനസ്സിലായി. നാരോ യൂട്ടിലിറ്റേറിയനിലൂടെയും ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയനിലൂടെയും അതുപോലെ എത്തിക്കൽ റീസൺസിലൂടെയും നമുക്ക് മനസ്സിലാവും. സോ ഇനിയെങ്കിലും നമ്മൾ ഈ പറഞ്ഞ ആ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് നമ്മൾ ഒരുപാട് റീസൺസ് ഉണ്ട്. സോ ഹാബിറ്ററ്റ് ലോസ് അത് ഒഴിവാക്കുക,
ഫ്രാഗ്മെൻറ്റേഷൻ, നമ്മുടെ ഈ പ്രകൃതിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാതിരിക്കുക, ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക, ഇനിയെങ്കിലും നമ്മളാൽ കഴിയുമെന്ന് പരമാവധി അതിനെ കൺസേർവ് ചെയ്യുക. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ ഈ ബയോളജിക് ആയിട്ടുള്ള ലീഗസിനെ, ആ പാരമ്പര്യത്തെ നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് കൈമാറാനായിട്ട് പറ്റുള്ളൂ. അത് നമ്മൾ ഓരോരുത്തരുടെയും എന്ന ധാർമ്മികമായ ഒരു മൂല്യബോധമാണ്. സോ ഇത്രയൊക്കെയാണ് 3 റീസൺസ് ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി, നാരോ, ബ്രോഡ്ലി ആൻഡ് എത്തിക്കൽ കാറ്റഗറീസിലുള്ളത്.